നമസ്കാരം, ഈസി കൊമേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസുകളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഒരുപാട് സ്കീംസ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പോയിന്റ്സുകൾ ഇതിനകത്ത് എക്സാമിന് ചോദിക്കാനായിട്ട് പറ്റുന്നതുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, എന്താണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്? ഓക്കെ, the government may by notification in the gazette frame a scheme called a cooperative risk fund scheme for the establishment of a fund for meeting the loan liability of those members who have availed loan from the cooperative societies and died within the repayment period of such loans. അപ്പം റിസ്ക് ഫണ്ട് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അവർക്ക് റിസ്ക് വരുന്നത് എപ്പോഴാണ്? അവരുടെ സൊസൈറ്റിയിൽ നിന്നും മെമ്പേഴ്സുകൾ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ തിരിച്ചടയ്ക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് വലിയ റിസ്ക് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്തിട്ട് പോകുന്ന വ്യക്തികൾ അത് തിരിച്ചടയ്ക്കുന്നതിന് മുൻപേ അവർ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തിരിച്ചടയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള രോഗമൊക്കെ ബാധിച്ച് കിടപ്പിലാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ചതൊരു റിസ്ക് ആണ്. അപ്പം അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഏതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് ഗസറ്റില് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന സ്കീമാണ്. ഈ സ്കീമിന്റെ പേരെന്താണ്? കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അപ്പൊ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കീം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, മീറ്റിംഗ് ദ ലോൺ ലയബിലിറ്റി ഓഫ് എ മെമ്പറിന്റെ ലോൺ ലയബിലിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി? മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൂ ഹാവ്, അത് എല്ലാ മെമ്പറിന്റെ, ഇപ്പൊ ഞാനിപ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തു, എൻ്റെ ലോണിന് വേണ്ടി ഈ റിസ്ക് ഫണ്ടിൽ നിന്ന് എമൗണ്ട് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എങ്ങനെയുള്ളവർക്കാണ് ഈ റിസ്ക് ഫണ്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഹൂ ഹാവ് അവൈൽഡ് ലോൺ ഫ്രം ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ആരാണോ ലോൺ എടുത്തത് ആ വ്യക്തി ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് മുൻപ് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഒരു റിസ്ക് അല്ലെങ്കിൽ ഈ ഒരു ലോൺ ലയബിലിറ്റി, മെമ്പറിന്റെ ആ ലോൺ ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? റിസ്ക് ഫണ്ടിൽ നിന്നും അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി നമ്മുടെ ലോയിൽ, നമ്മുടെ KCS ആക്ടിൽ എവിടെയാ പറയുന്നത്? സെക്ഷൻ 57D പറയുന്നത്. ഓക്കെ, സെക്ഷൻ 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ പറ്റി പറയുന്നത്. ഇനി ഇത് നിലവിൽ വന്നത് 1 ഏപ്രിൽ 2008 നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഇയർ മാത്രമായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്തത്? ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുക്കുകയും അതിന്റെ റീപേയ്മെന്റ് പീരീഡ്, അല്ലെ, ആ ഒരു തിരിച്ചടയ്ക്കുന്ന കാലാവധിക്കകത്ത്, അതായത് തിരിച്ചടച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ലോൺ എടുത്തു, നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആ വ്യക്തി എന്ത് ചെയ്തു? മെമ്പർ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളാണെന്ന് പറയുന്നുണ്ട്, ഏതൊക്കെ അസുഖങ്ങളാണെന്ന്, അത് ആ ഒരു അസുഖം, അതിൽ പറഞ്ഞിരിക്കുന്ന അസുഖം ബാധിച്ചു, അതുവഴി ഇയാൾക്ക് ആ ലോൺ മെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഈ ഫണ്ട് പ്രകാരം അയാൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ലയബിലിറ്റി, സൊസൈറ്റിയുടെ ആ ഒരു ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫണ്ടിൽ നിന്നും നമുക്ക് തീർക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? 57 സെക്ഷൻ 57D ഈ ഫണ്ടിനെ പറ്റി, ഈ സ്കീമിനെ പറ്റി പറയുന്നത്. ഇത് വന്നത് 1 ഏപ്രിൽ 2008 ഓക്കെ, ഇപ്പൊ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പറയുന്നത് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത ബോർഡ്, ഈ ഒരു ഫണ്ട്, എല്ലാ ഫണ്ടും ഏതൊരു ഫണ്ടായാലും അതൊരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ബോർഡാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്. ഈ റിസ്ക് ഫണ്ടിന് ഒരു റിസ്ക് ഫണ്ട് ബോർഡില്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ളതിനെല്ലാം എന്തുണ്ട്? അതായത് ബോർഡുണ്ട്. പോസ്റ്റ് ഗ്യാരണ്ടി സ്കീം, അങ്ങനെയൊക്കെ ഓരോ സ്കീമിനും ഓരോരോ ബോർഡുണ്ട്. എന്നാൽ ഈ റിസ്ക് ഫണ്ടിന് സ്വന്തമായിട്ട് ബോർഡില്ല. ഈ റിസ്ക് ഫണ്ടിന്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. ഓക്കെ, അവരാണ് ഈ റിസ്ക് ഫണ്ട് സ്കീം എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്യുന്നത്. Society shall contribute to the cooperative risk fund scheme within 3 months from the date of commencement of a cooperative Kerala Cooperative Societies Amendment Act 2013. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഇത് പ്രകാരം പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്ത് ചെയ്യണം? ഈ ഒരു ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു എന്താണ് ഈ സൊസൈറ്റിക്ക് ഇന്ന വ്യക്തി ഒരു ഇപ്പം നമുക്കിപ്പം ഈ ഒരു ഇതുവരെ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫണ്ടിൽ ഇന്ന വ്യക്തി ഇത് ലോൺ എടുത്ത് ഇന്ന വ്യക്തി ഇങ്ങനെ മരണപ്പെട്ടു, ഇങ്ങനെ ഒരു ലൈബിലിറ്റി സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. അപ്പം അങ്ങനെ അറിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് പ്രകാരം നമുക്ക് ഇൻഷുറൻസ് തന്നെ അറിയാം. നമ്മൾ പ്രീമിയം അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും? ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതേപോലെ ഇവിടെ സൊസൈറ്റി എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഈ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം അത് എന്ന് തൊട്ടാ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട്, നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അല്ലേ, അത് 2013 അമെൻമെന്റ് വന്ന് എന്നാണോ അമെൻമെന്റ് വന്നത് ആ വന്ന ദിവസം മുതൽ 3 മാസത്തിനകം എല്ലാ സൊസൈറ്റികളും എന്ത് ചെയ്യണം? ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നായിരുന്നു. ഓക്കെ, പിന്നെ അതായത് ആ സമയത്ത് ഏതൊക്കെ സൊസൈറ്റിയിലാണ് പ്രാബല്യത്തിലുള്ളത് ആ സൊസൈറ്റീസുകളെല്ലാം ഈ ഒരു ആക്ട് വന്ന് അല്ലെ അമെൻമെന്റ് വന്ന് 3 മാസം വരെ അവർക്ക് സമയം ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഇഫ് ദ സൊസൈറ്റി ഫെയിൽസ് ടു ജോയിൻ ദിസ് സ്കീം ദ സൊസൈറ്റി ഹാവ് നോ റൈറ്റ് ടു ഇഷ്യൂ ലോൺസ് ടു മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് ആൻഡ് ദ രജിസ്ട്രാർ ഷാൽ ബി കോമ്പിറ്റന്റ് ടു ഇഷ്യൂ പ്രൊഹിബിഷൻ ഓർഡർ റിസ്ട്രെയിനിങ് ദ സൊസൈറ്റി ഫ്രം പ്രൊവൈഡിങ് ലോൺസ്. അപ്പോൾ നോക്കിയേ, എല്ലാ എന്താണ് ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റീസുകളും മസ്റ്റായിട്ടും ഈ സ്കീമിൽ ചേർന്നേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സൊസൈറ്റി ഈ സ്കീം പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സ്കീമിലോട്ട് എന്താണ് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിക്ക് ഒരിക്കലും ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലോൺ പ്രൊവൈഡ് ചെയ്യരുത് എന്നുള്ള പ്രൊഹിബിഷൻ ലെറ്റർ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓർഡർ ആര് ഇറക്കും? രജിസ്ട്രാർ ഇറക്കിയിരിക്കും. അപ്പം ആ ലോൺ കൊടുക്കുന്നതിൽ നിന്നും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ഒരു പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സൊസൈറ്റീസും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റീസുകളും ഈ സ്കീമിൽ എന്ത് ചെയ്യും? അംഗമായേ പറ്റുള്ളൂ. Okay. Before issuing the order, the registrar shall give an opportunity to the chief executive of the society to state his any objection. ഇനി ഇപ്പം ചില കേസിൽ ഇപ്പം ഇവർ പറഞ്ഞ 3 മാസത്തെ കാലാവധി പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻമെന്റ് ആക്ട് 2013 എന്നാണോ നിലവിൽ വന്നത് അന്ന് തൊട്ട് 3 മാസത്തിനുള്ളിലാണ് ഈ ഒരു സ്കീമിലോട്ട് എന്ത് ചെയ്യേണ്ടത്? മെമ്പർ ആവേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അത്തരത്തില് ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് ആ ഒരു കാലപരിധിക്കുള്ളിൽ മെമ്പർ ആവാൻ പറ്റിയില്ല, ഈ ഒരു സ്കീമിലോട്ട് അംഗമാവാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഉടനെ കയറി പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ചീഫ് എക്സിക്യൂട്ടീവിനോട് കാരണം തിരക്കും അല്ലേ. അത് റീസണബിൾ ആയിട്ടുള്ള കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഇനി ഒരു അവസരം കൊടുക്കും. ഓക്കെ, അതവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രൊഹിബിഷൻ ഈ ഒരു രജിസ്ട്രാർ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ രജിസ്ട്രാർ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം കൊടുക്കും. ആർക്ക്? ചീഫ് എക്സിക്യൂട്ടീവിന്. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ വാദം കേൾക്കുക അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളതെന്ന് കേൾക്കുന്നതിന് വേണ്ടി. ഇഫ് എ സൊസൈറ്റി വയലേറ്റ് ദ പ്രൊഹിബിഷൻ ഓർഡർ, ഇനി ഒരു സൊസൈറ്റി ആ സൊസൈറ്റി 3 മാസമായിട്ട് എന്തെങ്കിലും ഈ ഒരു സ്കീമിലോട്ട് ചേർന്നതും ഇല്ല, പിന്നെ എന്നിട്ടും എന്താണ് രജിസ്ട്രാർ ചെയ്ത കാരണങ്ങൾ അന്വേഷിച്ച പ്രത്യേകിച്ച് റീസണബിൾ ആയിട്ടുള്ള യാതൊരു കാരണങ്ങളും ഇല്ല, ചേരാതിരിക്കാനുള്ള റീസണബിൾ കാരണങ്ങളൊന്നുമില്ല, പിന്നെ രജിസ്ട്രാർ പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്തു, എന്നിട്ടും ഇയാൾ അത് എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യാതെ ഈ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പേഴ്സിന് ലോൺ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. രജിസ്ട്രാറിന്റെ പ്രൊഹിബിഷൻ ഓർഡറിനെ വയലേറ്റ് ചെയ്യുകയാണുണ്ട്. അത്തരത്തിൽ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് ഈ സൊസൈറ്റിക്ക് മേല് പെനാലിറ്റി ഇമ്പോസ് ചെയ്യാം. എത്ര രൂപയാണെന്നറിയാമോ? 5000 രൂപ എന്ത് ചെയ്യാം? പെനാലിറ്റി ഇമ്പോസ് ചെയ്യാവുന്നതാണ്. ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, റിസ്ക് ഫണ്ട് ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ഗോൾഡ് ലോൺ ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോൺസ്. ഇനി ഇപ്പം ഒരു സൊസൈറ്റി ആ സൊസൈറ്റി ഈ ഒരു സ്കീം പ്രകാരം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തു, മെമ്പർ ആയിട്ടുണ്ട്. അപ്പം സൊസൈറ്റിക്ക് ഒരു ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോൺ, അതിൽ ഇപ്പോൾ ഒരു വ്യക്തി ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്, ആ വ്യക്തി മരണപ്പെട്ടു പോയി, ഉടനെ സൊസൈറ്റിക്ക് ഇതുവഴി ഈ ഒരു ഫണ്ട് വഴി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഗോൾഡ് ലോണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോണ് ഇതൊന്നും ഈ ഒരു റിസ്ക് ഫണ്ട് സ്കീമിന്റെ പരിധിയിൽ വരുന്നതല്ല. അല്ലാത്ത ലോണുകൾ മാത്രമേ ഇതിന്റെ പരിധിയിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ എന്താ പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഗവൺമെന്റ് ഗസറ്റിന് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവന്നത്. അതായത് നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത് ഗവൺമെന്റ് ആണ്. ഒഫീഷ്യൽ ഗസറ്റില് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവന്നത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ KCS ആക്ടില് സെക്ഷൻ 57D ഈ ഒരു റിസ്ക് ഫണ്ടിനെ പറ്റി പറയുന്നത്.
ഇത് നിലവിൽ വന്നത് 2008 ഏപ്രിൽ 1 പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്, നമ്മളുടെ KCS അമെൻമെന്റ് ആക്ട് 2013 വന്ന അന്ന് തൊട്ട് 3 മാസത്തിനുള്ളിൽ എല്ലാ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റീസുകളും ഈ സ്കീമിൽ എന്ത് ചെയ്യണം, അംഗമായിരിക്കണം. 3 മാസത്തെ സമയമാണ് കൊടുത്തിരുന്നത്. ഇനി ആ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സൊസൈറ്റികളെ എല്ലാം എന്ത് ചെയ്യാം, ഈ ഒരു ലോൺ കൊടുക്കുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യാം. അതിനുവേണ്ടി രജിസ്ട്രാർ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കും. രജിസ്ട്രാർ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ചീഫ് എക്സിക്യൂട്ടീവിനോട് കാരണങ്ങൾ അന്വേഷിക്കും. റീസണബിൾ ആയിട്ടുള്ള കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് അയാൾക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കും. ഇനി യാതൊരു റീസണബിൾ ഗ്രൗണ്ടും ഇല്ല, എന്നാൽ രജിസ്ട്രാറിന്റെ പ്രൊഹിബിഷൻ ഓർഡറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റി വീണ്ടും ലോൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ആ സൊസൈറ്റിക്ക് മേലെ 5000 രൂപ പെനാൽറ്റി ഈടാക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ബോർഡാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും റിസ്ക് ഫണ്ട് ബോർഡെന്ന് എഴുതി വെക്കരുത്. ഇതിന്റെ ബോർഡ് ഏതാണ്? കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ് ഈ റിസ്ക് ഫണ്ട് സ്കീമിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് റിസ്ക് ഫണ്ട് സ്കീം ബാധകമല്ലാത്ത 2 ലോണുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് ലോണും ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോണിനും ഈ റിസ്ക് ഫണ്ട് സ്കീം എന്തല്ല, ബാധകമല്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ സ്കീമിൽ ചേരണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി ഒരു കോൺട്രിബ്യൂഷൻ അല്ലെ, ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ഈ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം, എനിക്കിപ്പോൾ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഞാൻ പ്രീമിയം അടച്ചല്ലേ പറ്റും, അത് തന്നെ അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഇവിടെ സൊസൈറ്റി ഈ സ്കീമിൽ ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവർ പറയുന്ന ഒരു എമൗണ്ട് നമ്മൾ അതിൽ അടയ്ക്കണം. അങ്ങനെ അടച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ബാധ്യതകൾ എന്തെങ്കിലും ലോൺ ലയബിലിറ്റി വന്നാൽ ഈ സ്കീം പ്രകാരം നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പം എത്ര രൂപയാണ് ഇവർ കോൺട്രിബ്യൂട്ട് സൊസൈറ്റീസുകൾ എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ലോൺ ഈസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദിസ് സ്കീം ഈസ് 0.7% of a loan amount subject to a minimum of 100, maximum 2000, including GST 18%. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുമല്ലോ, ലോൺ കൊടുക്കുന്ന സമയത്ത് എത്ര രൂപയാണോ നമ്മൾ ലോണായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ 0.7% കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് അടയ്ക്കണം, ഈ സൊസൈറ്റി റിസ്ക് ഫണ്ടിലോട്ട് അടയ്ക്കണം. ഓക്കെ, അപ്പം ഈ 0.7% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്, 0.7%. 0.7% എന്ന് പറയുമ്പോൾ മിനിമം എത്ര വേണം, 100 രൂപ മുതൽ മാക്സിമം എത്ര, 2000 രൂപ വരെയാണ് നമ്മൾ ഈ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. കൂടാതെ എത്ര ശതമാനം, 18% GST കൂടി നമ്മൾ അടയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ എത്രയാണോ ലോൺ കൊടുക്കുന്നത്, മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്ന എത്രയാണോ ആ ലോൺ എമൗണ്ടിന്റെ 0.7% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100ൽ താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ 100 രൂപ അടയ്ക്കണം. 2000ൽ കൂടുതൽ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എത്ര രൂപ അടച്ചാൽ മതി, 2000 രൂപ അടച്ചാൽ മതി, പ്ലസ് 18% GST. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ സ്കീം പ്രകാരം നമുക്ക് നമ്മുടെ ലോൺ ലയബിലിറ്റി ഇവർ നികത്തത്തുള്ളൂ. ഇനി പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, സൊസൈറ്റി ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ കൊടുക്കുന്ന ലോണിന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഫണ്ടിൽ അടച്ചു, നമ്മൾ എന്ത് ചെയ്തു, മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമായി നിൽക്കട്ടെ. ഇനി ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തൊരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്തു, ലോൺ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലോൺ അടച്ചു തീരുന്നതിന് മുൻപ് ആ വ്യക്തി മരണപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് അറിയണ്ടേ, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ നിന്നും എന്ത് റിലീഫ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ will get a deduction of 3 lakh on the capital. ഇവിടെ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര രൂപയാണ് നമ്മൾ ലോൺ കൊടുത്തത്, ആ കൊടുത്ത ലോൺ ഇപ്പൊ നമ്മൾ എത്ര കൊടുത്താലും മാക്സിമം 3 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ഈ റിസ്ക് ഫണ്ടിൽ നിന്നും കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ 5 ലക്ഷം രൂപ ലോൺ കൊടുത്തെങ്കിൽ 3 ലക്ഷം രൂപ വരെ സൊസൈറ്റിക്ക് എന്ത് കിട്ടും, ആ റിസ്ക് ഫണ്ടിൽ നിന്നും കിട്ടും. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോൺ കൊടുത്ത വ്യക്തിക്ക് 70 വയസ്സിൽ കൂടാൻ പാടില്ല. 70 വയസ്സിൽ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തെന്നിരിക്കട്ടെ, ആ വ്യക്തി ലോൺ അതായത് ഈ ബോറോവറിന് ആ സമയത്ത്, ഈ മരിക്കുന്ന സമയത്ത് അയാൾക്ക് 70 വയസ്സിൽ കൂടാൻ പാടില്ല. കാരണം സ്വാഭാവികമായിട്ടും 70 വയസ്സിൽ മുകളിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏത് സമയത്ത് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്ന് മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 70 വയസ്സ് ആ ബോറോവറിന് അല്ലെ, ആ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത വ്യക്തിക്ക് 70 വയസ്സ് കൂടാനായിട്ട് പാടില്ല.
പിന്നെ പറയുന്ന ഒരു പ്രത്യേക കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ മാറ്റർ ഹൗ മെനി ലോൺസ് എ ബോറോവർ ടേക്സ്, ദ റിസ്ക് ഫണ്ട് വിൽ ഓൺലി പ്രൊവൈഡ് എ മാക്സിമം ഓഫ് ₹6 lakhs ആസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു വ്യക്തി ഒരു ലോൺ എടുത്താൽ മാക്സിമം, ഒരു ലോണേ ഉള്ളെങ്കിൽ മാക്സിമം എത്രയാണ്? 3 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. ഇപ്പൊ എത്ര രൂപയാണെങ്കിലും 3 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. എന്നാൽ ഒരു വ്യക്തി ഒന്നിലധികം ലോൺ എടുത്തെന്നിരിക്കട്ടെ, പല ലോണുകൾ എടുത്തെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ലോൺ എടുത്താലും, എത്ര എടുത്താൽ പോലും അവിടെ മാക്സിമം കിട്ടുന്നത് 6 ലക്ഷം രൂപ വരെ മാത്രമേ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുള്ളൂ. പിന്നെ പറയുന്നത്, ദ ബോറോവർ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ബെനിഫിറ്റ് അണ്ടർ ദ സ്കീം ഇഫ് ദർ ഈസ് എ ലോൺ റീപേയ്മെന്റ് ഡീഫോൾട്ട് ഫോർ 6 consecutive months immediately before the death or loan maturity. ഈ വ്യക്തി മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ 6 മാസം നോക്കുമ്പോൾ അവിടെ ലോൺ അടയ്ക്കുന്നതിൽ ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. ഇപ്പൊ ഒരു വ്യക്തി മരണപ്പെട്ടു, അപ്പൊ ആ വ്യക്തി മരണപ്പെട്ടതിന് തൊട്ട് മുന്നത്തെ തുടർച്ചയായിട്ടുള്ള 6 മാസത്തെ കണക്ക് നോക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തിട്ട് ലോൺ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കത്തില്ല? ഈ ഒരു റിസ്ക് ഫണ്ടിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വ്യക്തി മരണപ്പെടുവാണെങ്കിൽ, സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്ത വ്യക്തി ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന വഴി അല്ലെങ്കിൽ ലോൺ അടച്ചു തീരുന്നതിന് മുൻപ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 3 ലക്ഷം രൂപ വരെ റിസ്ക് ഫണ്ടിൽ നിന്ന് മാക്സിമം, ഒരു ലോണേ ഉള്ളെങ്കിൽ മാക്സിമം 3 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം 2 ലക്ഷം രൂപയാണ് എടുത്തെങ്കിൽ 2 ലക്ഷം, 5 ലക്ഷമാണ് എടുത്തെങ്കിൽ 3 ലക്ഷം രൂപ വരെ. അതാണ് 3 ലക്ഷത്തിന്റെ കാര്യം പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോറോവർ ആ വ്യക്തിക്ക്, ആ ലോൺ എടുത്ത വ്യക്തിക്ക് 70 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നിലധികം ലോൺ, എത്ര ലോൺ ബോറോവർ എത്ര ലോൺ എടുത്താലും അവിടെ മാക്സിമം കിട്ടുന്ന എമൗണ്ട് 6 ലക്ഷം ആയിരിക്കും. ഓക്കെ, അത് ഈ സൊസൈറ്റിക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം, ഏത് ലോണിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ അടയ്ക്കാം. മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 6 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഓരോന്നിനും, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോണേ ഉള്ളെങ്കിൽ 3 ലക്ഷം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം അവിടെ 2 ലോൺ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പം 3 6 ലക്ഷം രൂപ കിട്ടും. 3 ലോൺ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ലോണിന് 3, അടുത്ത ലോണിന് 3, അടുത്ത ലോണിന് 3, അങ്ങനെ കിട്ടില്ല. എത്ര ലോണാണോ ഉള്ളത്, എത്ര ഉണ്ടെങ്കിലും അവിടെ മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 6 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? ഈ വ്യക്തിക്ക് ഈ ഒരു റിസ്ക് ഫണ്ട് പ്രകാരം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ മരണപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലോൺ മെച്യൂരിറ്റിയുടെ തൊട്ട് മുൻപത്തെ തുടർച്ചയായിട്ടുള്ള 6 മാസത്തെ കാര്യങ്ങൾ നോക്കുമ്പം അവിടെ ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. ലോൺ അടവിനകത്ത് ഡീഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. അങ്ങനെ ഡീഫോൾട്ട് വരുത്തിയാലും ഈ ഫണ്ട് പ്രകാരം അയാൾക്ക് എന്ത് കിട്ടത്തില്ല? ബെനിഫിറ്റ് കിട്ടില്ല. അപ്പം മരിച്ച അതായത് ലോൺ എടുത്തിട്ട് മരണപ്പെടുവാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി സൊസൈറ്റിയിൽ ലോൺ എടുത്തൊരു വ്യക്തിക്ക് അസുഖം ബാധിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, അതും അസുഖം എന്ന് പറയുമ്പം സാധാ അസുഖമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പാരാലിസിസ് പോലെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അസുഖം ബാധിച്ചു, അയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ബാധിച്ചെങ്കിൽ ആ വ്യക്തിക്ക് റിസ്ക് ഫണ്ട് പ്രകാരമുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ഒരു ലോണിന് 1,25,000 രൂപ വരെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഡെത്ത് ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെ. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആണെങ്കിൽ എത്ര രൂപ വരെ കിട്ടും? 1,25,000 രൂപ വരെ റിസ്ക് ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഡിഡക്ഷൻസ് കിട്ടും. ഇനി പറയുന്നത് മറ്റേടത്തെ പോലെ തന്നെ ഈ വ്യക്തിക്ക് 70 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് ഈ അസുഖം ബാധിച്ച സമയം അല്ലെങ്കിൽ മറ്റേടത്താണെങ്കിൽ എങ്ങനെ പറയാം, മരിച്ച സമയം ആ വ്യക്തിക്ക് 70 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നെ പറയുന്നത്, ഈ ഒരു സീരിയസ് ഇൽനെസ് ബാധിച്ച വ്യക്തി ഒന്നിലധികം ലോൺ എടുത്തെന്നിരിക്കട്ടെ, അപ്പൊ എത്ര ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും മാക്സിമം കിട്ടുന്നത് എത്ര രൂപയെ വരത്തുള്ളൂ? 5 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ലോണിനും 1,25,000 രൂപ വെച്ച് കിട്ടില്ല. മാക്സിമം എത്ര കിട്ടും? 5 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്. മറ്റേടത്താണെങ്കിലോ 6 ലക്ഷം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? മരണപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ഒരു ലോണിന്, മാക്സിമം എത്ര ലോൺ ഉണ്ടോ, എത്ര ലോൺ ഉണ്ടെങ്കിൽ മാക്സിമം 6 ലക്ഷം രൂപ വരെ. ഇവിടെ ആണെങ്കിൽ ഒരു ലോണിന് 1,25,000 രൂപ. ഇനി ഒന്നിലധികം ലോൺ ഉണ്ടെങ്കിൽ മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 5 ലക്ഷം. പിന്നെ പറയാൻ നോക്കി, every society should remit the collected loan in contribution towards a risk fund within 15 days of the next month. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൊസൈറ്റീസും എന്ത് ചെയ്യണം? ഇപ്പം ഈ ഒരു മാസം മൊത്തത്തിൽ ഞാൻ എത്ര ലോണാണോ കൊടുത്തത് അല്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ആൾക്കാർക്ക് നമ്മുടെ മെമ്പേഴ്സിന് ലോൺ കൊടുക്കും. അപ്പം ലോൺ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ, ആ ലോൺ കൊടുത്തതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മളൊരു 0.7% എന്ത് ചെയ്യണം? ഈ ഫണ്ടിലോട്ട് ഇടണമല്ലോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ തുക എത്രയാ? അടുത്ത മാസം 15-ാം തീയതിക്ക് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഇടണം.
ഈ ഒരു ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഓരോ ലോണും നമ്മൾ ഓരോ ദിവസം അങ്ങനെയല്ല, ഒരു മാസത്തെ ഇപ്പം ഈ ഒരു മാസത്തെ ഫുള്ള് ലോൺ എത്ര ലോണാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത് അതിൻ്റെ എല്ലാം കൂടെ കോൺട്രിബ്യൂഷൻ അടുത്ത മാസം 15-ാം തീയതിക്ക് മുൻപാണ് ഞാൻ ഈ ഫണ്ടിലോട്ട് എന്ത് ചെയ്യേണ്ടത്, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, 3 മാസത്തെ കാര്യം മറക്കരുത്. ഈ ഒരു ഫണ്ടിലോട്ട് നമ്മൾ ചേരേണ്ടത് നമ്മുടെ KCS അമെൻമെന്റ് ആയിട്ട് 2013 വന്ന ആ ഡേറ്റ് മുതൽ 3 മാസത്തെ കാലാവധിയായിരുന്നു ഉള്ളത്. അതിനുള്ളിൽ അന്നത്തെ എല്ലാ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റീസുകളും ഈ സ്കീമിലോട്ട് ചേരണമായിരുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, the risk fund benefit such as medical assistance, death compensation etc. approved by the board should be credited only towards the principal and interest portion of the borrower's loan account respectively. അപ്പം ഇത്തരത്തിൽ കിട്ടുന്ന റിസ്ക് ഫണ്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബോർഡ് അപ്രൂവ് ചെയ്ത് ഈ കിട്ടുന്ന റിസ്ക് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിലോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും ഈ മെമ്പറിന്റെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിലോട്ട് നമുക്ക് ഒരിക്കലും ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ റിസ്ക് ഫണ്ട് വഴി കിട്ടുന്ന ആ എമൗണ്ട് ആ വ്യക്തി എടുത്ത ലോൺ എമൗണ്ടിലോ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിലോ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ്, ദിസ് എമൗണ്ട് ഷുഡ് നോട്ട് ബി ക്രെഡിറ്റഡ് ടു ദ സൊസൈറ്റി സസ്പെൻസ് അക്കൗണ്ട് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. ഈ റിസ്ക് ഫണ്ട് വഴി കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും സൊസൈറ്റിയുടെ സസ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. യാതൊരു സാഹചര്യത്തിലും സസ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. ഇതിന്റെ ബോർഡ്, ഇത് ക്രിയേറ്റ് ചെയ്ത ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. 2008 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. 57D സെക്ഷൻ 57Dയിലാണ് ഈ റിസ്ക് ഫണ്ടിനെ പറ്റി പറയുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു സൊസൈറ്റീസ് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എത്ര നാളിനുള്ളിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ KCS അമെൻമെന്റ് ആക്ട് 2013 വന്ന് 3 മാസത്തിനുള്ളിലായിരുന്നു ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഏതെങ്കിലും സൊസൈറ്റീസുകൾ ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വിസമ്മതം കാണിച്ചാൽ അവരെ എന്ത് ചെയ്യാം, ലോൺ കൊടുക്കുന്നതിൽ നിന്ന് അവരെ റെസ്ട്രിക്ട് ചെയ്യാം. അതായത് രജിസ്ട്രാറിന് ലോൺ കൊടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് ഇവരെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കാം. അത്തരത്തിൽ പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്നതിന് മുൻപ് ചീഫ് എക്സിക്യൂട്ടീവിനോട് വിളിച്ച് രജിസ്ട്രാറിന്റെ കാര്യങ്ങൾ തിരക്കാം. ഇനി പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്തതിന് ശേഷവും സൊസൈറ്റി വകവെക്കാതെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവിടെ പിഴയുണ്ട്. എത്ര രൂപയാണ്? 5000 രൂപയാണ് ഇമ്പോസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ എന്തായിരുന്നു, ഗോൾഡ് ലോണിനും ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോണുകൾക്കൊന്നും ഈ റിസ്ക് ഫണ്ട് പ്രകാരം കോമ്പൻസേഷൻ കിട്ടില്ല. പിന്നെ പറഞ്ഞത് ഇവിടെ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, റിസ്ക് ഫണ്ടിലോട്ട് ലോണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ലോൺ എമൗണ്ടിന്റെ എത്രയാണോ ലോൺ എമൗണ്ട് അതിന്റെ 0.7% ആണ്. 0.7% എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 100 രൂപ, മാക്സിമം 2000 രൂപ, പിന്നെ അതിനോടൊപ്പം 18% GST. പിന്നെ ബെനിഫിറ്റ്, ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. ഒന്നിൽ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 6 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. 70 വയസ്സിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ എന്തായിരുന്നു പറഞ്ഞത്, തൊട്ട് മുന്നത്തെ, അതായത് ലോൺ മെച്ചൂരിറ്റി അല്ലെങ്കിൽ ഈ വ്യക്തി മരിക്കുന്ന തൊട്ട് മുമ്പത്തെ കോൺസിക്യൂട്ടീവ് 6 മാസം തുടർച്ചയായുള്ള 6 മാസം എടുക്കുമ്പോൾ അവിടെ ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. ഇനി സീരിയസ് ഇൽനസ് ബാധിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും 70 വയസ്സിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ 1,25,000 രൂപ വരെ ഒരു ലോണിന് കിട്ടുള്ളൂ. ഇനി ഒന്നിലധികം ലോൺ ഉണ്ടെങ്കിൽ മാക്സിമം 5 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, സൊസൈറ്റി ഓരോ മാസത്തെയും കോൺട്രിബ്യൂട്ട് ചെയ്ത ലോണിന്റെ ഒരു എമൗണ്ട് അല്ലെ, എത്രയാണോ ലോൺ കൊടുത്തത് ആ ഒരു ലോണിന്റെ 0.7% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത മാസം 15-ാം തീയതിക്ക് മുൻപാണ് ഈ ഫണ്ടിലോട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെന്തായിരുന്നു പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് ഫണ്ട് ബെനിഫിറ്റ് വഴി കിട്ടുന്ന തുക പ്രിൻസിപ്പൽ എമൗണ്ടിൽ, അതായത് ലോൺ എമൗണ്ടിലും അതിന്റെ പലിശയിൽ മാത്രമേ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും സൊസൈറ്റിയുടെ സസ്പെൻസ് അക്കൗണ്ടിൽ ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. വളരെ എളുപ്പമാണ്, നന്നായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരുപാട് പോയിന്റ്സുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതുപോലുള്ള ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.